ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധം 15-ാം അധ്യായം. ശ്രീ ശുക ഉവാച. ഊചതുർമൃതകോപാന്തേ പതിതം മൃതകോപമം ശോകാഭിഭൂതം രാജാനം ബോധയന്തൗ സദുക്തിഭിഃ. ചിത്രകേതു മഹാരാജാവിൻ്റെ ദുഃഖത്തെ സതുപദേശം ചെയ്ത് ശ്രീനാരദനും അങ്കിരസും കൂടി ശമിപ്പിച്ചതിന് ഈ അദ്ധ്യായത്തിൽ ശ്രീശുകൻ പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നു. പുത്രദുഃഖാധിക്യത്താൽ വിചാരശക്തി കുറഞ്ഞും പുത്രശവസമീപത്തിൽ വീണും ശവതുല്യനുമായിരിക്കുന്ന രാജാവിനോട് സാരോപദേശം ചെയ്തുകൊണ്ട് ശ്രീനാരദനും അങ്കിരസും പറഞ്ഞു. കോയം സ്യാത്തവ രാജേന്ദ്ര ഭവാൻ യമനുശോചതി ത്വം ചാസ്യ കഥമസൃഷ്ടൗ പുരേദാനീമതഃപരം. ഹേ രാജശ്രേഷ്ഠ, അങ്ങയുടെ പ്രവൃത്തി വിവേകപൂർവമായിരിക്കണം. ഇപ്പോൾ അങ്ങ് ആരെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ ഇവൻ അങ്ങേക്കും അങ്ങിവനും ആരാകുന്നു? ഇവൻ പുത്രൻ, ഞാൻ പിതാവ് എന്നാണ് മറുപടിയെങ്കിൽ ഇതിനു മുമ്പത്തെ ജന്മത്തിൽ ഇവൻ ആരുടെ പുത്രൻ, അങ്ങ് ആരുടെ പിതാവ്? ഇനിമേൽ ഇവൻ ആരുടെ പുത്രനാകും, അങ്ങ് ആരുടെ പിതാവാകും? ഒരു ജന്മത്തിൽ പുത്രനായും പിതാവായും ഭവിച്ചവർ എല്ലാ ജന്മത്തിലും ആ വിധം വരുമെന്ന് നിയമമില്ല. യഥാ പ്രയാന്തി സംയാന്തി സ്രോതോ വേഗേന വാലുകാഃ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിനഃ. നദിയിൽ പ്രവാഹശക്തിയാൽ മണൽത്തരികൾ വേർപിരിയുകയും ഒന്നായി ചേരുകയും ചെയ്യുന്നതുപോലെ ദേഹികൾ കാലശക്തിയാൽ യോജിക്കുകയും പിരിയുകയും ചെയ്യുന്നു. യഥാ ധനാസു വൈദാന ഭവന്തി ന ഭവന്തി ജ ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനീശമായയാ. നെല്ല്, ഗോതമ്പ്, യവം മുതലായ ധാന്യങ്ങളിൽ നിന്ന് ആ വക ധാന്യങ്ങൾ ഉണ്ടാകുന്നു. ഉണ്ടായവ ഇല്ലാതെയുമാകുന്നു, കൊഴിഞ്ഞു പോകുന്നു. അവയ്ക്കു തമ്മിൽ ജന്യജനക ഭാവമുണ്ടെങ്കിലും ഉണ്ടായാൽ സന്തോഷമോ നശിച്ചാൽ സന്താപമോ കാണപ്പെടുന്നില്ല. ഇതുപോലെ തന്നെ ഈശ്വരൻ്റെ മായാവിലാസത്താൽ ഭൂതങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഉണ്ടായവരില്ലാതെയും വരുന്നു. അതിനിമിത്തം ദുഃഖിക്കുന്നത് യുക്തമല്ല. വയം ചത്വം ചയേ ചേമേ തുല്യകാലാശ്ചരാചരാഃ ജന്മ മൃത്യോർ യഥാ പശ്ചാത് പ്രാങ്നൈവ മധുനാ വിഭോ. എന്നാൽ ഏതുവിധം ആലോചിച്ചാണ് സമാധാനിക്കേണ്ടത് എന്ന് ശങ്കിക്കേണ്ട. പറയാം, കേൾക്കുക. ഇപ്പോൾ ഞങ്ങളുണ്ട്, അങ്ങുണ്ട്. നമ്മളുടെ ഈ കാലത്തിൽ അനേകം ചരാചരങ്ങളും നമ്മളോട് കൂടെയുണ്ട്. ഇവരെല്ലാവരും ജനനത്തിനു മുമ്പിൽ ഈ വിധം ചേർന്നിരുന്നവരല്ല. മരണാനന്തരവും ഇതുപോലെ യോജിച്ചിരിക്കയില്ല. ഇപ്പോഴും അതുപോലെ തന്നെ എന്നോർത്ത് സമാധാനിക്കുക. ഭൂതൈർഭൂതാനി ഭൂതേശഃ സൃജത്യവതിഹന്ത്യജഃ ആത്മസൃഷ്ടേരസ്വതന്ത്രൈരനപേക്ഷോ ബിബാലവത്. ഭൂതാദികളെ സൃഷ്ടിച്ച ഈശ്വരൻ പഞ്ചഭൂതകാര്യഭൂതന്മാരായ പിത്രാദിഭൂതങ്ങളെ കൊണ്ട് പുത്രാദിഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു. അവരെ കൊണ്ട് തന്നെ അന്യോന്യം രക്ഷാകാര്യത്തെയും സംഹാരകാര്യത്തെയും നടത്തുന്നു. ഭൂതങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അവ ഈശ്വരാധീനങ്ങളാകുന്നു. ഇങ്ങനെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ കൊണ്ട് ഈശ്വരന് സാധിക്കേണ്ടതായിട്ടൊന്നുമില്ലെങ്കിലും ബാലനെ പോലെ ഈശ്വരൻ ക്രീഡിക്കുന്നു. ദേഹേന ദേഹിനോ രാജൻ ദേഹാദേഹോ ബിജായതേ ബീജാദേവ യഥാ ബീജം ദേഹ്യർത്ഥൈവ ശാശ്വതഃ. ജനന മരണാദികൾ ശരീരത്തിനു മാത്രമാണ്, ജീവനല്ല. ജീവൻ എപ്പോഴുമുണ്ട് എന്നുപദേശിക്കുന്നു. പിതൃശരീരത്തോട് യോജിച്ചതായ മാതൃശരീരത്തിൽ നിന്ന് പുത്രാദി ശരീരം ഉദ്ഭവിക്കുന്നു. വിത്തിൽ നിന്ന് മുളച്ചുണ്ടായ വൃക്ഷത്തിൽ നിന്ന് പിന്നെയും വിത്തുണ്ടാകുന്നതുപോലെ വിത്തിനാസ്പദമായ ഭൂമി ഏതുകാലത്തും ഉള്ളതുപോലെ ദേഹാന്തർഗതനായ ദേഹിയോ ശാശ്വതനാകുന്നു, ഒരു കാലത്തും നശിക്കുന്നില്ല. ദേഹദേഹി വിഭാഗോയം അവിവേകകൃതപുര ജാതിവ്യക്തി വിഭാഗോയം യഥാ വസ്തുനി കൽപ്പിതഃ. ദേഹം ദേഹി എന്ന ഭേദം അനാദിയായ അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടതാകുന്നു. സാമാന്യമെന്നും വിശേഷമെന്നും ഉള്ള ഭേദം വസ്തുവിൽ കൽപ്പിക്കപ്പെട്ടതുപോലെ സന്മാത്രമായ വസ്തുവിൽ ജാതിയെന്നും വിശേഷമെന്നും വിഭാഗം കൽപ്പിച്ചിരിക്കുന്നു. ജാതിയെ കൂടാതെ വ്യക്തിയും വ്യക്തിയെ കൂടാതെ ജാതിയുമില്ലാത്തതിനാൽ അന്യോന്യം ആശ്രയിച്ചിരിക്കുന്നതിനെ വേർതിരിച്ച് കൽപ്പിക്കുന്നത് അവിവേക വിലസിതമാകുന്നു. ഗോത്വം ജാതി, പശുവെന്ന സാമാന്യഭാവം, വ്യക്തി ഒരു പശുവിൻ്റെ ശരീരപിണ്ഡം, ഒന്നിനെ ആശ്രയിക്കാതെ മറ്റൊന്നിനെ ആസ്പദമില്ലാതിരിക്കെ രണ്ടെന്നുള്ള കൽപ്പനയ്ക്ക് കാരണം അവിവേകം മാത്രമല്ലാതെ മറ്റെന്തിരിക്കുന്നു?
ശ്രീശുക ഉവാച ഏവമാശ്വാസിതോ രാജാ ചിത്രകേതുർദ്വിജോക്തിഭിः പ്രമൃജ്യ പാണിനാ വക്ത്രമാദിമ്ലാനമഭാഷത. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. മുനിമാർ രണ്ടുപേരും ഇപ്രകാരം പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ ചിത്രകേതു രാജാവ് ദുഃഖത്താൽ വാടിയിരുന്ന മുഖം കൈകൊണ്ട് തുടച്ചിട്ട് പറഞ്ഞു. രാജോവാച കൗയുവാം ജ്ഞാനസമ്പന്നൗ മഹിഷ്ടൗ ജമഹീയസാം അവധൂതേന വേഷേണ ഗൂഢാവിഹ സമാഗതൗ. രാജാവ് പറഞ്ഞു, അവധൂത വേഷത്താൽ തിരിച്ചറിയുവാൻ സാധിക്കാത്ത സ്വരൂപത്തോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ രണ്ടുപേർ ആരാകുന്നു? മഹാന്മാരിൽ വെച്ച് ഏറ്റവും മഹാന്മാരും പരിപൂർണ ജ്ഞാനമുള്ളവരുമാണെന്ന് ഞാൻ അറിയുന്നു. ചരന്തിഹ്യവനൗ കാമം ബ്രാഹ്മണ ഭഗവത് പ്രിയാഹ മാതൃശാം ഗ്രാമ്യബുദ്ധീനാം ബോധായോന്മത്തലിംഗിനഃ. കണ്ടറിയാൻ കഴിയാത്ത വിധത്തിൽ ഉന്മത്തരെന്ന പോലെ ഭഗവത് ഭക്തന്മാരായ ബ്രാഹ്മണർ വിഷയത്തിൽ സുഖബുദ്ധി യുക്തരായ എന്നെപ്പോലെയുള്ളവർക്ക് അറിവുണ്ടാക്കി തീർക്കുവാൻ ആയിക്കൊണ്ട് സ്വേച്ഛയാ ഭൂമിയിൽ സഞ്ചരിക്കാറുണ്ടല്ലോ. കുമാരോ നാരദ ഋഭുരംഗിരാ ദേവലോസിതഃ അഭാന്തരതമോ വ്യാസോ മാർക്കണ്ഡേയോദ ഗൗതമഃ വസിഷ്ഠോ ഭഗവാൻ രാമഃ കപിലോ ബാദരായണിഃ ദുർവാസായാത്മവൽക്യശ്ച ജാതൂകർണ്യസ്തദാരുണിഃ രോമശശ്ച വനോ ദത്ത ആസുരീ സ പതഞ്ജലിഃ ഋഷിർവേദശിരാ ബോധ്യോ മുനിപഞ്ചശിഖസ്തദാ ഹിരണ്യനാഭ കൗസല്യഃ ശ്രുതദേവഹൃതധ്വജഃ ഏതേ പരേജസിദ്ദേശാ ചരന്തി ജ്ഞാനഹേതവഃ. അങ്ങനെ സഞ്ചരിക്കുന്ന മഹാന്മാരിൽ നിങ്ങൾ സനത്കുമാരനോ നാരദനോ ഋഭുവോ അങ്കിരസോ ദേവലനോ അസിതനോ വ്യാസനോ മാർക്കണ്ഡേയനോ ഗൗതമനോ ഭഗവാനായ വസിഷ്ഠനോ പരശുരാമനോ കപിലനോ ശുഗനോ ദുർവാസസ്സോ യാജ്ഞവൽക്യനോ ജാതുകർണിയുടെ പുത്രനായ ആരുണിയോ രോമശനോ ചവനനോ ദത്താത്രേയനോ പതഞ്ജലിയോട് ചേർന്നിരിക്കുന്ന ആസുരിയോ വേദശിരസ്സെന്നു പേരായ ഋഷിയോ പഞ്ചശിഖൻ എന്ന മുനിയോ ഹിരണ്യനാഭനോ കൗസല്യനോ ശ്രുതദേവനോ ഋതധ്വജനോ ആരാണ്? ഇവരും അന്യന്മാരായ സിദ്ധേശ്വരന്മാരും ലോകത്തിൽ ആത്മജ്ഞാനത്തെ പ്രചരിപ്പിക്കുവാനായിട്ട് സഞ്ചരിക്കുന്നുണ്ടല്ലോ. അവരിൽ ആരാണ് നിങ്ങൾ രണ്ടുപേർ? തസ്മാത് യുവാം ഗ്രാമ്യ പശോർമമ മൂഢധീയ പ്രഭു അന്തേ തമസി മഗ്നസ്യ ജ്ഞാനദീപ ഉദീര്യതാം. ഗ്രാമത്തിലെ പശുവിനെ പോലെ മൂഢബുദ്ധിയായതുകൊണ്ട് വിഷയാസക്തി രൂപമായ ഗാഢാന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്ന എന്നെ രക്ഷിക്കാൻ നിങ്ങൾ സമർത്ഥരാകുന്നു. ആത്മജ്ഞാനരൂപമായ ദീപപ്രഭയെ നിങ്ങൾ എൻ്റെ നേരെ പ്രകാശിപ്പിക്കുവാൻ കരുണ ചെയ്യുവൻ. അങ്കിര ഉവാച അഹം തേ പുത്രകാമസ്യ പുത്രദോസ്മ്യങ്കിരാ നൃപ ഏഷ ബ്രഹ്മസുതഃ സാക്ഷാത് നാരദോ ഭഗവാൻ ഋഷിഃ. അങ്കിരസു പറഞ്ഞു, ഹേ രാജൻ, പുത്രനെ ആഗ്രഹിച്ച അങ്ങയ്ക്ക് പുത്രദാനം ചെയ്ത അങ്കിരസാകുന്നു ഞാൻ. ഇദ്ദേഹം സാക്ഷാൽ ബ്രഹ്മപുത്രനായ ഭഗവാൻ നാരദ മഹർഷിയുമാണ്. ഇത്തം ത്വം പുത്രശോകേന മഗ്നം തമസി ദുസ്തരേ അതദർഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം അനുഗ്രഹായ ഭവതഃ പ്രാപ്താവാമിഹ പ്രഭോ ബ്രഹ്മണ്യോ ഭഗവത് ഭക്തോ നാവസീതിതുമർഹതി. ശ്രീ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന അങ്ങ് പുത്ര ദുഃഖനിമിത്തം കരകാണാത്ത ശോകസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നതിനെ ആലോചിച്ച്, ഹേ പ്രഭോ, അങ്ങയെ അനുഗ്രഹിപ്പാനായി ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. ബ്രാഹ്മണരിലും ഭഗവാനിലും ഭക്തിയുള്ള ഒരുവൻ ഇങ്ങനെ ക്ലേശിക്കുന്നത് യോഗ്യമല്ലല്ലോ. തദൈവ തേ പരം ജ്ഞാനം ദദാമി ഗൃഹമാഗതഃ ജ്ഞാത്വാന്യാഭിനിവേശം തേ പുത്രമേവ ദദാവഹം. അങ്ങയുടെ ഗൃഹത്തിൽ ഞാൻ വന്നിരുന്ന ആ സമയത്തു തന്നെ പരമാർത്ഥ ജ്ഞാനത്തെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ അന്യവിഷയത്തെ അത്യന്തം ആഗ്രഹിക്കുന്നതിനെ അറിഞ്ഞുകൊണ്ടാണ് അന്ന് പുത്രനെ തന്നെ നൽകിയത്. അധുനാ പുത്രിണാം താപോ ഭവദൈവാനുഭൂയതേ ഏവം ദാരാഗൃഹാരായോ വിവിധൈരൈശ്വര്യസമ്പദഃ ശബ്ദാദയശ്ച വിഷയാശ്ചലാരാജ്യവിഭൂതയഃ മഹീരാജ്യം ബലം കോശോ ഭൃത്യാമാത്യാ സുഹൃജ്ജനാഃ സർവേഭിഃ ശൂരസേനേശ ശോകമോഹഭയാർത്തിതാഃ ഗന്ധർവനഗരപ്രഖ്യാഃ സ്വപ്നമായ മനോരഥാഃ ദൃശ്യമാന വിനാർത്തേന ന ദൃശ്യന്തെ മനോഭവാഃ
കർമ്മഭിർധ്യായതോ നാനാ കർമാണി മനസോ ഭവൻ. ഇപ്പോൾ സന്താനാദികളെ ആഗ്രഹിക്കുന്നവരും സന്താനാദികൾ ഉള്ളവരും അനുഭവിക്കുന്ന സന്താപം അങ്ങു തന്നെ അനുഭവിച്ചറിയുന്നുവല്ലോ. അതിനാൽ തത്വജ്ഞാനോപദേശം കേൾപ്പാനുള്ള അധികാരം ഇപ്പോൾ അങ്ങയ്ക്കുണ്ടായിരിക്കുന്നു. പുത്രന്മാരെ പോലെ തന്നെ ഭാര്യ, ഗൃഹാദികൾ, ധനാദികൾ, മറ്റു പലവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ, സുഖവിഷയങ്ങളെന്ന് കരുതിയിരിക്കുന്ന ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ, രാജ്യൈശ്വര്യങ്ങൾ, ഭൂമി, രാജ്യം, സൈന്യം, ഭണ്ഡാരം, ഭൃത്യന്മാർ, അമാത്യന്മാർ, സുഹൃജനങ്ങൾ മുതലായ സകലവും ഹേ ശൂരസേനാധിപതെ ചഞ്ചലങ്ങളും ശോകം, മോഹം, ഭയം, പീഡ എന്നിവയെ നൽകുന്നവയും ഗന്ധർവ നഗരം പോലെ കാരണം കൂടാതെ പെട്ടെന്ന് കാണപ്പെടുന്നവയും പെട്ടെന്ന് കാണാതെ മറഞ്ഞു പോകുന്നവയുമാകുന്നു. സ്വപ്നത്തിലും മനോരഥത്തിലും കാണപ്പെടുന്ന പദാർത്ഥങ്ങളെപ്പോലെ മായയാൽ കാണപ്പെടുന്ന വിഭൂതികളെല്ലാം അനിത്യങ്ങളും ക്ഷണികങ്ങളുമാകുന്നു. അവ പരമാർത്ഥത്തിൽ ഇല്ലാത്തവയാണെങ്കിലും ജന്മാന്തര കർമ്മവാസനകൾ നിമിത്തം അവയെ ധ്യാനിക്കുന്നതുകൊണ്ട് മനോമാത്ര വിലസിതങ്ങളായിട്ട് കാണപ്പെടുന്നു. അയം ഹി ദേഹിനോ ദേഹോ ദ്രവ്യജ്ഞാനക്രിയാത്മകഃ ദേഹിനോ വിവിധ ക്ലേശ സന്താപഹൃദുദാഹൃതഃ. ദേഹാഭിമാനം നിമിത്തമാണ് ജീവൻ ഈ വിധം ക്ലേശമുണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങൾ, അവയുടെ വികാരങ്ങളായ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വരൂപമായ ഈ ശരീരത്തെ അഭിമാനിക്കുന്ന ജീവന് അനേകവിധങ്ങളായ ക്ലേശങ്ങളും സന്താപങ്ങളും ഉണ്ടാകുന്നുവെന്ന് തത്വജ്ഞാനികൾ നിശ്ചയിച്ചിരിക്കുന്നു. സർവ്വ ദുഃഖങ്ങളുടെയും മൂലകാരണമാണ് ദേഹാഭിമാനം. തസ്മാത് സ്വസ്ഥേന മനസാ വിമൃശ്യ ഗതിമാത്മനഃ ദ്വൈതേ ധ്രുവാർത്ഥ വിശ്രംഭം ത്രിജോപശമമാവിശ. അവിവേകമാണ് ദുഃഖകാരണമെന്ന് സിദ്ധിച്ചിരിക്കയാൽ സാവധാന മനസ്സോടുകൂടി ഭഗവത് സ്വരൂപത്തെ ചിന്തിച്ച് നാനാവിധത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം സത്യമാണെന്നുള്ള വിശ്വാസത്തെ വിട്ടുകളയുക, ഉപശാന്തിയെ ആശ്രയിക്കുക. നാരദ ഉവാച ഏതാം മന്ത്രോപനിഷദം പ്രതീച്യ പ്രയതോ മമ യാം ധാരയൻ സപ്തരാത്ര ദ്രഷ്ടാ സംഘർഷണം പ്രഭും. നാരദൻ പറഞ്ഞു, അങ്കിരസ് ഉപദേശിച്ച പരമാർത്ഥ ജ്ഞാനം ഈശ്വര കാരുണ്യം കൊണ്ടല്ലാതെ ലഭിക്കുകയില്ലെന്ന് വന്നിരിക്കയാൽ ഈശ്വര പ്രസാദസിദ്ധിക്ക് കാരണമായ മന്ത്രത്തെ ശ്രീനാരദൻ ഉപദേശിക്കുന്നു. ശ്രേയസ്സിനെ നൽകുന്ന ഈ മന്ത്രരൂപമായ ഉപനിഷത്തിനെ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക. ഇതിനെ ഉപാസിക്കുന്നത് കൊണ്ട് 7 രാത്രിക്കുള്ളിൽ ഭവാൻ ശ്രീ സംഘർഷണ ഭഗവാനെ സന്ദർശിക്കും. ഭക്തിയുക്തനായിട്ട് ഗ്രഹിച്ചുകൊള്ളുക. യത്പാദമൂലമുപസൃത്യ നരേന്ദ്രപൂർവേ ശർവാദയോ ബ്രഹ്മമിമം ദ്വിതയം വിസൃജ്യ സദ്യസ്തദീയമതുലാനധികം മഹിത്വം പ്രാപുർഭവാനഭിപരം ന ചിരാതുപൈതി. സംഘർഷണ സന്ദർശനത്തിൻ്റെ ബലം എന്താണെന്ന് ഉപദേശിക്കുന്നു. യാതൊരു സംഘർഷണ ഭഗവാന്റെ പാദമൂലത്തെ ആശ്രയിച്ച് പൂർവന്മാരായ ശ്രീ ശിവൻ മുതലായവർ ദ്വൈതഭ്രമത്തെ ഉപേക്ഷിച്ചിട്ട് നിരതിശയമായിരിക്കുന്ന ഭഗവൻ മാഹാത്മ്യത്തെ പ്രാപിച്ചുവോ, അതുപോലെ ഭവാനും കാലവിളംബം കൂടാതെ ഭഗവൻ മഹിമയെ സാക്ഷാത്കരിക്കും. 15-ാം അധ്യായം സമാപിച്ചു. 16-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.